പള്ളിയിലച്ഛനാണോ? ഹലോ ഹലോ. വിളിച്ചത് ഈ കാരണവന്മാര് പറഞ്ഞു വിട്ടപ്പോ അനുസരണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. ഒരു കാര്യം പറയാം. ഏ നേരെ മുള്ളുമുരിക്കുമ്പോ കേറാം, എന്നിട്ട് അവിടുന്ന് കയ്യങ്കിട് വിടാം. വേറെ വല്ല പണി നോക്കാം. കന്തീശങ്ങളുടെ പള്ളിയായ അകപ്പറമ്പിൽ ശുദ്ധമായത് മാത്രം സംസാരിക്കുന്ന രണ്ട് അതിവിശുദ്ധ വിമത വൈദിക ജന്മങ്ങൾ, റവറന്റ് പാച്ചുവും റവറന്റ് കോവാലനും. ഒരു വിശ്വാസി അവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ അവരുടെ അധരങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ വിശുദ്ധ മൊഴിമുത്തുകൾ MTNS ശേഖരിച്ച് ദൈവജനത്തിന്റെ ആത്മീയ ഉത്കർഷയ്ക്കും വിമത സഭയുടെ ഉപരി നന്മയ്ക്കുമായി സംപ്രേഷണം ചെയ്യുന്നു. ഇത് കേൾക്കുന്നതിന് മുമ്പ് പ്രായപൂർത്തി ആവാത്തവർ ആരും അടുത്തില്ല എന്ന് ദയവായി ഉറപ്പുവരുത്തുക. ഹലോ. അച്ഛനാണോ? അല്ല. അച്ഛനല്ലേ? പിള്ളേരുടെ അച്ഛനാണോന്നല്ലേ ചോദിച്ചേ? പള്ളിയിലെ അയ്യോ അയ്യോ. പള്ളിയിലെ അച്ഛനാണോ? ഹലോ. ഹലോ. പള്ളിയിലെ അച്ഛനാണോ? അതെ, ഈ വിളിച്ചത് ഈ കാരണവന്മാര് പറഞ്ഞു വിട്ടപ്പോ അനുസരണം എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. ഒരു കാര്യം പറയാം. ഏ നേരെ മുള്ളുമുരിക്കുമ്പോ കേറാം, എന്നിട്ട് അവിടുന്ന് കയ്യങ്കിട് വിടാം. എനിക്ക് അങ്ങനെ വീട്ടില് എടാ അച്ഛനെ വിളിക്കാൻ പറ്റില്ല എനിക്ക്. വർഗീസ് കൊണ്ടപ്പായി വേറെ പണി ഉണ്ടോ നോക്കടാ. വേറെ നിനക്ക് അകത്ത് കയറിക്കാൻ വേറെ വല്ല പണി നോക്കാം. ആണെങ്കിലേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ആരും കേട്ടില്ല, ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, ഇതാണോ സിനഡാലിറ്റി എന്നൊക്കെ നാഴികക്ക് 40 വട്ടം പുലമ്പിക്കൊണ്ടിരുന്ന രണ്ട് വൈദിക പുങ്കുവന്മാരുടെ പവിത്ര വചനങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടത്. തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിന്റെ ന്യായമായ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിൽ നിന്ന് ഇവരുടെ ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള സിനഡാലിറ്റി എന്താണെന്ന് മനസ്സിലായല്ലോ. അതായത് നിറയെ പൂത്തു നിൽക്കുന്ന മുള്ളുമുരിക്കിൻ തോട്ടം. അതാണ് ഈ സിനഡാലിറ്റിയുടെ ഒരിത്.